ക്രിക്കറ്റ് ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയം. ഓസ്ട്രേലിയക്കെതിരെ 6 വിക്കറ്റിനാണ് ജയം. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എങ്ങനെയായിരുന്നു 6 വിക്കറ്റിനുള്ള ഇന്ത്യയുടെ ജയം? ആവേശകരമായ മത്സരമായിരുന്നു. ഇന്ത്യൻ സ്പിന്നർമാരുടെ കരുത്തിലാണ് ഇന്ത്യ ഈ രണ്ടാം ടെസ്റ്റ് ഡൽഹി ടെസ്റ്റ് വിജയിച്ചിരിക്കുന്നത്. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ ഈ 115 റൺസ് വിജയലക്ഷ്യം 26 ഓവർ പിന്നിടുമ്പോൾ മറികടക്കുന്നു. ചേതേശ്വർ പൂജാരിയാണ് 31 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന് മികച്ച സ്കോറിൽ കടത്തിയത്. 115 റൺസായിരുന്നു ഇന്ത്യയുടെ വിജയലക്ഷ്യം. രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത് തന്നെ നമുക്ക് പറയേണ്ടി ഒരു 7 വിക്കറ്റ് അദ്ദേഹം നേടി. 2 ഇന്നിംഗ്സുകളിലുമായി 10 വിക്കറ്റാണ് രവീന്ദ്ര ജഡേജ നേടിയത്. ഇതോടെ 4 പരമ്പരകളുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി 2-0 ഇന്ത്യ മുന്നിലെത്തി. അതോടൊപ്പം തന്നെ ഈ ട്രോഫി ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യ നിലനിർത്തുകയും ചെയ്തു. എങ്ങനെയാന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഈ ടെസ്റ്റ് ഈ പരമ്പരയ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നിലവിലെ ചാമ്പ്യന്മാർ പരാജയപ്പെട്ടില്ലെങ്കിൽ ആ ട്രോഫി നിലനിർത്താനുള്ളൊരു സാഹചര്യം ഈ ട്രോഫിക്കുണ്ട്, ഈ പരമ്പരയ്ക്കുണ്ട്. അങ്ങനെ ഇന്ത്യ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്തിയിരിക്കുന്നു എന്ന കാര്യം കൂടെ നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ രണ്ടാം ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് 2 കാര്യങ്ങളാണ്. ചേതേശ്വർ പൂജാരിയുടെ 100ാം ടെസ്റ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ സച്ചിന്റെ റെക്കോർഡ് വിരാട് കോഹ്ലി മറികടക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിന്റെ റെക്കോർഡ് മറികടന്നു. കോഹ്ലി ഏറ്റവും വേഗത്തിൽ 25,000 റൺസ് വെച്ച താരം കൂടിയാകുന്നു ഈ പരമ്പര ഈ ടെസ്റ്റ് കഴിയുമ്പോൾ. അങ്ങനെ ആ രീതിയിലേക്ക് വരുന്നു. ഇന്ന് രണ്ടാം ഇന്നിംഗ്സിൽ 1 റൺസിന്റെ ലീഡുമായിട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഓസീസിന് 113 റൺസിന് പുറത്താവുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ജഡേജയായിരുന്നു ഇതിൽ നിർണായകമായത്. 7 വിക്കറ്റിന് ജഡേജ നേടി. അതോടൊപ്പം തന്നെ 3 വിക്കറ്റ് അശ്വിനും നേടി. ഓസീസ് നിരയിൽ ഡ്രാവിഡ് ഹെഡാണ് ഒരു ടോപ്പ് സ്കോർ ആയിട്ട് കണ്ടെത്തിയത്. രണ്ടക്കം കടന്ന് 43 റൺസ് അദ്ദേഹം നേടിയത്. അതോടൊപ്പം തന്നെ ലുബിഷൻ 35 റൺസ് എടുത്തു. അതോടൊപ്പം തന്നെ ഈ മറ്റാർക്കും ഓസീസ് നിരയിൽ മറ്റാർക്കും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നത് ശ്രദ്ധേയമായി. 6 റൺസ് എടുത്ത ഉസ്മാൻ ഖവാജയുടെ വിക്കറ്റാണ് ഇന്ന് നഷ്ടമായിരുന്നത്. ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ ഓസീസിന് നഷ്ടമായത്. 34 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ 6 വിക്കറ്റുകൾ ഓസീസിന് നഷ്ടമായ തരത്തിൽ ബാറ്റിംഗ് തകർച്ചയാണ് ഓസീസ് നേരിട്ടത്. സ്പിന്നിന്റെ മികവിൽ മാത്രമാണ് ഇന്ത്യ വിജയത്തിലെത്തിയത്. അശ്വിനും രവീന്ദ്ര ജഡേജയുമാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായതെന്ന് നമുക്ക് പറയേണ്ടി വരും. 4 പരമ്പരയുള്ള മത്സരത്തിൽ 2-0 ഇന്ത്യ മുന്നിലെത്തി. 2 ഇന്നിംഗ്സുകളുമായി രവീന്ദ്ര ജഡേജയ്ക്ക് 10 വിക്കറ്റ് നേടാനും ഈ ടെസ്റ്റിൽ സാധിച്ചു. ഫിജി. ശരി ഉണ്ണി, ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയം. ഓസ്ട്രേലിയക്കെതിരെ 6 വിക്കറ്റിനാണ് വിജയം.